ഹേ ഗായ്സ്, സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. പനിയായതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാനൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൗണ്ട് ഇതുപോലെ ആയതുകൊണ്ടാണ് ആ ഒരു സീരീസ് ഫുള്ളായിട്ട് തീർക്കാൻ പറ്റാത്തത്. സൗണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സീരീസ് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ വരും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 വില്ലേജ് ഓഫ് ഡെഡ് എന്ന് പറഞ്ഞിട്ട് 2026 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയൊരു മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കാടിനുള്ളിൽ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഇവിടെയും കുറച്ച് കൂട്ടുകാർ കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിനായിട്ട് പോവാണ്. പക്ഷെ അതിനുള്ളിലുള്ള ഒരു ട്വിസ്റ്റ് അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അതുകൊണ്ട് മറക്കാതെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു എക്സാം ഹാളിൽ നിന്നാണ്. ഇവിടെ ഇരുന്ന് ഈ എക്സാം എഴുതുന്ന ഇവൻ്റെ പേരാണ് ആരിയോ. ഇപ്പം ആര്യോനെ പറ്റി പറയുവാണെങ്കിൽ അവൻ്റെ അമ്മ ഈ അടുത്തിടെയാണ് മരിച്ചുപോയത്. അതുമല്ല, അവൻ്റെ അച്ഛനാണെങ്കിലോ രണ്ടാമത് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് അവൻ്റെ അച്ഛനോട് ചെറിയൊരു ദേഷ്യമുണ്ട്. കാരണം സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് രണ്ടാനമ്മ വന്നാലും അവിടെ ഒന്നും ആവത്തില്ലല്ലോ. അങ്ങനെ ആരിയോ തൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ പിറകിലൂടെ ഒരുത്തം വന്നിട്ട് അവനെ പിടിക്കുന്നുണ്ട്. അവൻ്റെ പേര് റിക്കോ എന്നാണ്, ആര്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ഇപ്പോൾ റിക്കോയെ പറ്റി പറയുവാണെങ്കിൽ അവനും ഫാമിലി എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. ആകെയുള്ളത് അവൻ്റെ സുഹൃത്തായിട്ടുള്ള ആര്യോ മാത്രം. ഇപ്പോൾ റിക്കോ ആര്യോട് പറയും, ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് ഞാനൊരു ട്രക്കിങ്ങിന് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ആര്യോ പറയും, എങ്കിൽ പിന്നെ ഞാൻ വരുന്നു. ഏയ്, നിനക്ക് നിൻ്റെ അച്ഛനെ അമ്മേനെ കാണാൻ പോണ്ടേ, അവർ നിന്നെ കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് എവിടെ അതിനെല്ലാം സമയം. എൻ്റെ അച്ഛനാണെങ്കിൽ പുതിയ വിവാഹം കഴിച്ചതുകൊണ്ട് എന്നെ പറ്റി ചിന്തിക്കാനേ നേരമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള നീറ്റ, അതുപോലെ ഇവളാണെങ്കിലും നല്ല റിച്ച് ആയിട്ടുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ എന്താണ്, കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ നീറ്റയോടും ഇവർ ആ ഒരു ട്രക്കിങ്ങിന് പോകുന്ന കാര്യമുണ്ടല്ലോ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നീറ്റ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സുഹൃത്തുണ്ട് യൂനി, അവളെയും കൂടി നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് യൂനിയെ പോയി പരിചയപ്പെടുന്നു. അപ്പോൾ യൂനിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇത്തിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അധികം അങ്ങനെ ആരോട് സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഇവർ 4 പേരും ഒരുമിച്ച് ചേർന്ന ആ ഒരു ട്രക്കിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവർ 4 പേരും തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, അടുത്ത ദിവസം ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇനി വരാൻ പോകുന്ന ആ ഒരു ആപത്ത് അതെന്താണെന്ന് പോലും അറിയാതെ ഇവർ 4 പേരും ആ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് യൂണിയുടെ അമ്മയുണ്ടല്ലോ, അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അമ്മയും മകളും തമ്മിൽ ചെറിയ പിണക്കമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് യൂനി അങ്ങനെ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഈ കാര്യം നമ്മുടെ ആരിയോ അവൻ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 4 പേരും ഇപ്പോൾ ആ ഒരു മലയുടെ താഴേക്ക് വന്ന് അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട്, അവർ പോയി കണ്ടിട്ട് ഇതിനകത്തേക്ക് കയറാനുള്ള ആ ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഓഫീസർ പ്രത്യേകം പറയുന്നുണ്ട്, ഈ മലയുടെ മറ്റൊരു വശമുണ്ട്, അവിടേക്ക് മാത്രം ഒരിക്കലും പോകരുത്. കാരണം അവിടേക്ക് പോയ അധികം ആളുകളും തിരിച്ചു വന്നിട്ടില്ല. അതുമല്ല, നിങ്ങൾക്ക് അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മൗണ്ടൻ ഗാർഡിയൻസ് അവിടെ ഉണ്ടാവും, നിങ്ങൾ സേഫായിട്ട് തന്നെ പോയിട്ട് വരാൻ പറഞ്ഞ് പ്രത്യേകം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ മൗണ്ടനിങ്ങിന് പോകാനായിട്ട് തന്നെ ഒരു ട്രെയിലുണ്ട്, ഒരു വഴിയുണ്ട്, അതിലേ മാത്രമേ നിങ്ങൾ പോകാവൂ, ആവശ്യമില്ലാതെ വേറെ ഒരിടത്തേക്ക് നിങ്ങൾ പോകരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ 4 പേരും ആ ഒരു കാടിനുള്ളിലേക്ക് പോകാൻ പോവാണ്. എന്നിട്ട് വെളിയിൽ നിന്നിട്ട് പറയുന്നുണ്ട്, ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണല്ലേ, പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോകണം എന്നവർ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാട് വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാടിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരും ഈ ഒരു വലിയ കാടുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഓടിച്ചെന്ന് കയറാതിരിക്കുക. ഇപ്പോൾ റിക്കോയും നീറ്റ ഇവർ രണ്ടുപേരും മുന്നേ നടന്നു പോകുന്നു. യൂണിയും ആര്യവും പുറകിലാണ് വരുന്നത്. അപ്പോൾ ആര്യോ യൂണിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ നിന്റെ അമ്മയുടെ കോളെന്താ എടുക്കാത്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നെല്ലാം ചോദിക്കുമ്പോൾ യൂണി ആദ്യം പറയും, അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ, അതല്ല നിന്റെ അമ്മയോട് ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചതാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല ഞാനും എൻ്റെ അമ്മയെ അത്ര നല്ല അടുപ്പത്തിലല്ല, അതുകൊണ്ട് ഇനി എൻ്റെ അമ്മയെ പറ്റി ഒരു സംസാരം വേണ്ട എന്ന് ആര്യോട് പറഞ്ഞിട്ട് ഇവർ വീണ്ടും മുന്നിലോട്ട് നടന്നു പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ കുറേ കൂടി ഉൾക്കാട്ടിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ നീറ്റ ഒരു മരത്തിന് താഴെയായിട്ട് എന്തോ ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആദിവാസികൾ ഈ പ്രാർത്ഥിക്കാനായിട്ട് സാധനങ്ങളൊക്കെ വെക്കുമല്ലോ വലിയൊരു പാത്രത്തിൽ, അതിൽ ചെറിയ ചെറിയ ഓരോ സാധനങ്ങൾ, മുട്ട, അതേപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും മരത്തിന് ചുവട്ടിലായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇത് കണ്ട നീറ്റ അവളുടെ കാല് വെച്ചിട്ട് അതിങ്ങനെ തട്ടി നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ റിക്കോ പറയും, ഹേ നീറ്റ നീ എന്താ ഈ ചെയ്യുന്നത്, അങ്ങനെ കാല് വെച്ചൊന്നും അത് തട്ടാൻ പാടില്ല. അതുപോലെ ഈ ഒരു കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കെട്ടുകഥകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ ഒരു കാട്ടിൽ താമസിക്കുന്നവർ ഈ കാട് സംരക്ഷിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചതായിരിക്കും ഇതെല്ലാം, അതിലൊന്നൊന്ന് ചെയ്തുകൂടെന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നീറ്റയുടെ കാതിൽ ഇതോ ഒരു കറുത്ത രൂപം വന്നിട്ട് ഈ കാടിനുള്ളിലേക്ക് വരുന്നവരാരും ഇനി തിരിച്ചു പോകത്തില്ല, അവർ വന്ന വഴി മറക്കും, ഇനി ഇതാണ് നിങ്ങളുടെ വീട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് അത് കാണാതെയും പോകുന്നു. പക്ഷേ നീറ്റയ്ക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അത് ഈ ജാപ്പനീസ് ഭാഷ അങ്ങനെ ഏതോ ഒരു ഭാഷയിലാണ് പറയുന്നത്.
ഒരുപക്ഷെ അവൾ ആ ഒരു പാത്രത്തിൽ ചവിട്ടിയത് കൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെ കേട്ടത്. അപ്പോൾ അവൾ ബാക്കിയുള്ളവരോട്, ഹേയ് നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേട്ടോ, എൻ്റെ ചെവിയിൽ ആരോ എന്തോ എന്ന് പറഞ്ഞതുപോലെ. അവർ പറയില്ല ഞങ്ങൾ അങ്ങനെയൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വിചാരിക്കും ഇനിയിപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കുമെന്ന്. അങ്ങനെ വീണ്ടും ഇവർ ഉള്ളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ കുറെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നീറ്റ അവൾ ഇത്തിരി എടുത്തുചാട്ടക്കാരിയും കുസൃതിയൊക്കെ ഉള്ളൊരു പെണ്ണാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അവൾ ഈ ഒരു തെറ്റായിട്ടുള്ള വഴിയെ പെട്ടെന്ന് മുന്നിലേക്ക് പോകും. യോണിയും മാരിയവും ഇവർ രണ്ടൊരു പുറകിലാണ് നടന്നു വരുന്നത്. അങ്ങനെ നീറ്റ തെറ്റായ ആ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നതും ഇത് കണ്ട റിക്കോ അവളുടെ പിറകെ വന്നിട്ട്, ഹേയ് നീ എന്തിനു ഈ വഴിയെ വരുന്നേ, നമുക്ക് ആ ഒരു ട്രെയിനിലൂടെ മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പറയും, അതൊക്കെ പൊട്ടേതേ നീ ഈ സ്ഥലം നോക്ക്, എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറി ഇങ്ങനെ വിളിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബാക്കി രണ്ടുപേരും പുറകെ വന്നിട്ട് ഇപ്പോൾ റിക്കോ പറയും, നീറ്റ ഇതോടെ നിർത്തിക്കോ, ഇനി നമ്മൾ കറക്റ്റായിട്ടുള്ള വഴി മാത്രമേ പോവാവുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പറയും, ഓക്കെ നിങ്ങൾക്കെല്ലാം പേടിയാണെന്ന് എനിക്കറിയാം, ഇനി ഞാൻ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ പിറകിലേക്ക് കാലെടുത്ത് വെക്കുന്നതും പെട്ടെന്ന് അവളുടെ കാലെതിറ്റി നേരെ ആ ഒരു കുഴിയിലേക്ക് വീഴാണ്. താഴെ വെള്ളമാണ്. എന്തോ ഭാഗ്യത്തിനടുത്തുള്ള ഒരു കല്ലിൽ പിടിച്ച് അവൾ കിടക്കും. അപ്പൊ ഇവരാണെങ്കിൽ പെട്ടെന്ന് കയറൊക്കെ എടുത്തിട്ട് അവൾക്ക് പിടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല പിടിക്കാനായിട്ട്. അതിനു മുന്നേ തന്നെ അവൾ തെറ്റി നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പോൾ വെള്ളത്തിൽ വീഴുന്നതും നേരത്തെ കേട്ടതുപോലെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അവളുടെ ചെവിയിൽ നേരത്തെ പറഞ്ഞത്, അതേ കാര്യം വീണ്ടും അവൾക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവർ മൂന്നുപേരും നല്ലതുപോലെ പേടിച്ചു പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയെല്ലാം നോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് യോണി നീറ്റ അവിടെ ഒറ്റയ്ക്കൊരിടത്തേക്ക് മാറിയിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ മൂന്നുപേരും ഓടി അവളുടെ അടുത്തേക്ക് വന്ന്, ഹേയ് നീറ്റ നിനക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ നീറ്റ ഇല്ല ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രേതം കയറിയതുപോലെ ഇരിക്കുകയാണ്. അപ്പൊ ഇവർ വിചാരിക്കും വെള്ളത്തിൽ വീണ ആ ഒരു ഷോക്കില് അവൾ ഇങ്ങനെ ആയതായിരിക്കും, എന്നാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ ടെന്റ് അടിച്ച് അവളെ അതിനകത്ത് ഇരുത്തുകയാണ്. അപ്പോഴാണ് അവൾ പെട്ടെന്ന് ഒരു പ്രത്യേക രീതിയിൽ കൈയെല്ലാം കെട്ടിയിട്ട് അങ്ങനെ ചിരിച്ച് ആ ഒരു ജാപ്പനീസ് ഭാഷ പോലത്തെ ഭാഷ ഉണ്ടല്ലോ അതിൽ സംസാരിക്കുന്നു. എന്നിട്ട് പറയും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന്? ഒരിക്കലും കഴിയത്തില്ല. ഒരു തവണ നിങ്ങൾ വന്നു കഴിഞ്ഞാലേ ഇതാണ് നിങ്ങളുടെ വീട്, മരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടി വരും എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഈ ഒരു പ്രേതങ്ങൾ കയറിയതുപോലെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് മയങ്ങി വീഴുന്നതും ഇപ്പൊ ഇവർ മൂന്നുപേരും ഓക്കെ എന്തായാലും ഇവളെ ഇവിടെ നിർത്താൻ കഴിയത്തില്ല, മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നീറ്റയെ പൊക്കിയെടുത്തിട്ട് നമ്മുടെ റിക്കോ ഉണ്ടല്ലോ അവന്റെ തോളിലിരുത്തി ഇപ്പൊ ഇവർ മൂന്നുപേരും നടന്നു പോവാണ്. കുറേ ദൂരം നടന്നു പോകുമ്പോഴത്തേക്കാണ് യൂണി പറയുന്നത്, അല്ല നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു വഴി വന്നിട്ടുണ്ടായിരുന്നു, മുന്നേ ഇതേ വഴിയെ നടന്നതുപോലെ തോന്നുന്നുണ്ട്, വീണ്ടും വീണ്ടും ഒരേ വഴി തന്നെ നടക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ റിക്കോ പറയും, അത് ചിലപ്പോൾ നിനക്ക് തോന്നുന്നതായിരിക്കാം, ഈ കാടായതുകൊണ്ട് കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബാ നടന്നു പോകാന്ന് പറഞ്ഞ് വീണ്ടും ഇവർ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരം എത്തുമ്പോൾ റിക്കോയ്ക്കും യൂണി പറഞ്ഞതുപോലെ തന്നെ തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഒരേ വഴി തന്നെ വീണ്ടും കടന്ന് ചുറ്റുന്നത് പോലെ. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു കാടിനകത്ത് താമസിക്കുന്ന ആദിവാസികളുണ്ടല്ലോ അവരുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. അപ്പോൾ റിക്കോ പറയും, ഡേയ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് പോയിട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നടന്നു വരുമ്പോൾ ഇവരടുത്തേക്ക് വരും തോറും ആ ശബ്ദം കുറച്ചുകൂടി ദൂരേക്ക് പോകുന്നു. അങ്ങനെ നടന്നു വരുന്നതും ഇവർക്ക് നല്ല പേടിയായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും ഈ ഒരു കാടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് വലിയൊരു വയൽ പോലൊരു സ്ഥലമുണ്ട്, അതിലൂടെ എല്ലാവരും നടന്നു വരികയാണ്. അങ്ങനെ നടന്ന് അവസാനം എല്ലാവരും എത്തുന്നതോ ഒരു മാർക്കറ്റ് പോലുള്ള സ്ഥലം. ഇത്രയും വലിയ കാടിനകത്ത് ഇതുപോലൊരു മാർക്കറ്റോ, അതും വില്ലേജ് പോലുള്ള സ്ഥലം, ഇതൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് ഇവര് ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ എന്തായാലും സഹായം ചോദിക്കാന്ന് പറയേണ്ട ആ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങി അവിടേക്ക് ചെന്നിട്ട് ഒരാളോട്, സാർ ഇതുപോലെ ഞങ്ങൾക്ക് താഴേക്ക് പോയിട്ടുള്ള വഴി പറഞ്ഞു തരണം, ഒന്ന് സഹായിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാള് നമ്മുടെ ആര്യോ ചോദിച്ചതിന് ഒരു മറുപടി പോലും പറയുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതും അവനെ ഒന്നും നോക്കുന്നത് പോലുമില്ല. ഇപ്പൊ ഇവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാല് ഇനി ഇവർ പറയുന്നത് മനസ്സിലാവാത്തതാണോ, ഇനി ഇവരുടെ ഭാഷ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ വിചാരിക്കും, ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ഇവിടെ ഈ റെസ്റ്റ് റൂം ഉണ്ടല്ലോ അവിടേക്ക് പോകാനായിട്ട് നമ്മുടെ റിക്കോ നീറ്റെ അവിടെ ഒരിടത്ത് ഇരുത്തിയിട്ട് ആര്യയും യൂണിയും ഇവർ രണ്ടുപേരും നടന്ന ആ ഒരു റെസ്റ്റ് റൂമിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് ആ റെസ്റ്റ് റൂമിൻ്റെ അടുത്തായിട്ട് നീറ്റ ഇരിക്കുന്നു. അതുപോലെ അവൾ വാ തുറന്നു വെച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും, അല്ല അവളെ അവിടെയല്ലേ ഇരുത്തിയത്, ഇവളെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നീറ്റ വിട്ട് അകത്തേക്ക് കയറിപ്പോവും. ഓക്കെ എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും രണ്ടു വശത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ആര്യ ഉണ്ടല്ലോ അവനുള്ള ആ ഒരു മുറിയിൽ ഒരു ചെറിയ ഹോളുണ്ട്, അതിനപ്പുറത്തായിട്ട് എന്തോ ഒരു ശബ്ദം. അവൻ അങ്ങനെ ആ ഒരു ഹോൾ വഴി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിൽക്കുന്ന ഒരു പെണ്ണ് കുറേ നേരം അങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ആര്യ ഒരു നോട്ടം നോക്കുന്നത് ഇതുപോലെ. അത്രയേ ഉള്ളൂ. ആര്യ പേടിച്ച് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് യൂണി വെളിയിലേക്ക് വരുമ്പോൾ യൂണിയുടെ ആ കാര്യം പറയും, ഇതുപോലെ ആ മുറിയിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെന്നെ വല്ലാതെ നോക്കിയെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇത് കേൾക്കുന്ന യൂണിയെ പറയും, ശരി
എന്തായാലും നമുക്ക് നീറ്റയെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് നീറ്റ കയറി ആ ഒരു ബാത്റൂമുണ്ട്. അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്നും ഒരുപാട് രക്തം വെളിയിലേക്ക് വരുന്നു. ഇപ്പൊ ഇത് കണ്ട യോണിയാണെങ്കിലോ അതിന്റെ ഡോറിലെ ആ ഒരു ഹോൾ വഴി ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആഹാ വേറൊന്നുമല്ല, നീറ്റ അവളുടെ കണ്ണെല്ലാം വെള്ള നിറത്തിലായിട്ട് ആ രക്തം ഉണ്ടല്ലോ അത് ഈ തക്കാളി സോസ് എന്തോ നക്കിയെടുക്കുന്നത് പോലെ ഓരോ വിരലായിട്ട് നക്കി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ യോണി പെട്ടെന്ന് നിലവിളിക്കുന്നതും ഇത് കണ്ട ആര്യോ ആ ഒരു ഡോറ് ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ആരും കാണുന്നില്ല. അപ്പൊ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ സ്ഥലം അത്ര ശരിയല്ല, നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് വരുമ്പോൾ ഇത്രയും നേരം ഭയങ്കര ഫ്രഷ് ആയിട്ട് തിരക്കായിട്ട് ആളും ബഹളവും എല്ലാം ആയിട്ട് കണ്ടിരുന്ന ആ ഒരു മാർക്കറ്റിലെ ഇപ്പോൾ ഒരു കാക്കയോ പൂച്ചയോ ഒരു ഈച്ചയെ പോലും കാണാനില്ല, അതുപോലെ കിടക്കുന്നു. റിക്കോ ആണെങ്കിൽ നല്ല ഉറക്കം, നീറ്റയാണെങ്കിൽ അടുത്ത് ഇരിപ്പുണ്ട്. നീറ്റ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ റെസ്റ്റ് റൂമിലുണ്ടായിരുന്ന ആരാണ്? ഓക്കെ, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, പോവാന്ന് പറയുമ്പോൾ റിക്കോ അല്ല ഇവിടെ ഇത്രയും നേരം ആളുണ്ടായിരുന്നല്ലോ, അവരെല്ലാം ഇവിടെ പോയി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്കും അറിയാത്തത്, ബാ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ പോവാന്ന് പറഞ്ഞ് ബാഗെല്ലാം എടുക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഷോപ്പിൽ മാത്രം ഒരാൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അയാളോട് പോയി കാര്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഓടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും അയാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് അയാളുടെ ഒരു ഭാഗം വെന്തതുപോലെയും ഒരു ഭാഗം നോർമലായിട്ടും ഇരിക്കുന്നു, കണ്ടാലൊരു പ്രേതത്തെ പോലെ. ഓക്കെ, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് വീണ്ടും ആ ഒരു പുല്ലൊക്കെയുള്ള ഭാഗമുണ്ടല്ലോ അതുവഴി ഓടി പോകുമ്പോഴത്തേക്കാണ് ആരെയൊക്കെ പിറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ രാക്ഷസൻ, അത് തിന്ന് കൊഴുത്ത ഒരു രാക്ഷസൻ പോലെ. ഇത് കണ്ട് വീണ്ടും അവർ മുന്നോട്ട് പോയിട്ട് ഇനിയിപ്പോൾ ഏത് വഴി അവർക്ക് പോകണമെന്നറിയത്തില്ല, ഇതുപോലെ ഒരു കാട്ടിൽ വന്ന് പെടുകയും ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് ഈ വഴിയെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നൂര് അതുവഴി നടന്നു പോകുമ്പോഴത്തേക്കാണ് പുറകിൽ നിന്ന് വീണ്ടും എന്തോ ഒരു ശബ്ദം, ഈ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്യുന്നത് പോലെ. അങ്ങനെ നാലുപേരും അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ പാവക്കൂത്തുകളൊക്കെ നടത്തുമല്ലോ അതുപോലെ ഒരുപാട് ആളുകൾ അവിടെ ഇരുന്നിട്ട് എന്തോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവർ നാലുപേരും അവിടേക്ക് വരുന്നതും എല്ലാവരും ഒരുപോലെ തന്നെ ഇവർ തിരിഞ്ഞു നോക്കുന്നു. കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഇരിക്കുന്ന ആരും യഥാർത്ഥ മനുഷ്യരല്ലാന്ന്. അങ്ങനെ ഇതുകൂടി കണ്ടിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അതിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ചെറിയ കുട്ടികള് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് വരും, ഇനി ഒരിക്കലും നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല, നിങ്ങളുടെ മരണം ഇവിടെ തന്നെ ആയിരിക്കുന്നില്ല പറയുന്നുണ്ട്. അങ്ങനെ ഇവര് വീണ്ടും കുറേ ദൂരം നടന്ന് ഇപ്പോൾ രാത്രിയായി. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു നായ അതിന്റെ രണ്ട് കണ്ണുകൾ ചുവന്ന നിറത്തിലെ അത് നമ്മുടെ യൂനിയെ നോക്കി ഇങ്ങനെ കുരയ്ക്കും. ഇവര് മൂന്നുപേരെ പേടിച്ചിട്ട് ഒരിടത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കാണ് ആ നായയുടെ ഓണർ അവിടേക്ക് വരുന്നു. അയാളുടെ കയ്യിൽ ഒരു റാന്തലൊക്കെ ഉണ്ട്. ഇപ്പൊ അയാൾ ഇവരോട് ചോദിക്കും, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, ഞങ്ങള് വഴിമാറി വന്നതാണ്, ഈ സ്ഥലത്ത് പെട്ടുപോയി, എങ്ങോട്ട് പോയാലും വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ എത്തുന്നു, പിന്നെ ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടു, പിന്നെ എന്തോ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കണ്ടു എന്നെല്ലാം ഇവർ കണ്ട കാര്യങ്ങളെല്ലാം അയാളോട് പറയുന്നുണ്ട്. അതേ സമയം നീറ്റ് ഉണ്ടല്ലോ അവളവിടെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണെല്ലാം മാറിയിട്ട് അവളുടെ ശരീരം അന്തരീക്ഷത്തിലേക്ക് പൊങ്ങിപ്പോകുന്നു. കൂടാതെ ഇവരെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾക്കൊരിക്കലും ഈ സ്ഥലം വിട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നതും. ഇപ്പോൾ അവിടേക്ക് വന്ന അയാളുണ്ടല്ലോ അയാൾ എന്തോ മന്ത്രമൊക്കെ അറിയുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അയാളിപ്പോൾ നീറ്റയുടെ അടുത്തേക്ക് വന്ന് കുറെ മന്ത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നീറ്റ പെട്ടെന്ന് കണ്ണുറക്കാണ്. ഇപ്പോഴാണ് അവൾ കുറച്ച് നോർമലായത്. അപ്പോഴാണ് അയാൾ പറയുന്നത്, ഇവൾ ആത്മാക്കൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു ലോകത്ത് പെട്ടുപോയി, അതുപോലെ ഈ മലയിലെ രാക്ഷസൻ അവളെ കൺട്രോൾ ചെയ്തു വെച്ചേക്കാണ്, അതിൽ നിന്നും ഇവളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവളെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണം, ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമില്ല എന്ന് പറയുമ്പോൾ റിക്കോ പറയും, അതെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം, ബാ നമുക്ക് എല്ലാവർക്കും അയാളുടെ വീട്ടിലേക്ക് പോകാം, ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പം അയാൾ ഇവരെ എല്ലാവരെയും അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അയാളെ നായ്ക്കളെ ഒരു കൂട്ടിലേക്ക് ആക്കിയിട്ട് ആ കൂട് വഴച്ച് ഇവരോട് പറയും, പെട്ടെന്ന് വാ വീടിനകത്തേക്ക് കയറ്, നമുക്കിനി കുറച്ച് സമയം കൂടിയുള്ളൂ, കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ വില്ലേജിലെ എല്ലാ ആളുകളും വെളിയിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഇവരെ പെട്ടെന്ന് അയാളുടെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾ ആ ഒരു ഗ്രാമത്തിലെ ആളുകളെ പേടിക്കുന്നതെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. അകത്തേക്ക് വന്ന ഒരു വിളക്ക് കത്തിച്ചിട്ട് അയാൾ പറയും, ഈ വിളക്കാണ് എന്നെ സംരക്ഷിക്കുന്നത്, ഈ വിളക്കില്ലെങ്കിൽ ഒരിക്കലും എനിക്കിവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഈ വിളക്കണയാതെ സംരക്ഷിക്കുന്നത് ഞാനാണ് എന്നെല്ലാം അയാൾ പറഞ്ഞിട്ട് നടന്നു പോകുമ്പോഴത്തേക്കാണ് എന്തോ ഒരു കൂട് പോലെ അതിനകത്ത് ഏതോ ഒരു മനുഷ്യനെ അടച്ചു വെച്ചേക്കുന്നു. അതിനകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, ഇതേപോലെ വെള്ളം വേണമെന്ന്. അപ്പം ഇവരെല്ലാവരും പേടിച്ചിട്ട് ആ ഒരു ശബ്ദം ഇവർക്കും കേൾക്കാം. അവർ ചോദിക്കും അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പൻ്റെ മകളാണത്, ഇതെൻ്റെ മകളാണ്, എൻ്റെ മകളെയും ഇതുപോലെ ആ ഒരു രാക്ഷസൻ അവൻ്റെ നിയന്ത്രണത്തിലാക്കിയേക്കാണ്, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ ഇതുപോലെ അടച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് തൻ്റെ മകളോട് പറയും, ഇല്ല മോളെ നിനക്കിപ്പോൾ വെള്ളം തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നീറ്റയ്ക്ക് ധരിക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് അയാൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയും, ഈ മന്ത്രവും കാര്യങ്ങളും അയാളുടെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നിങ്ങളുടെ വസ്ത്രങ്ങൾ തന്നെ ഇടാമെന്നും പറഞ്ഞ്
അവൾക്ക് ആ ഒരു ഡ്രസ്സെല്ലാം കൊടുത്ത് അവളെ ഇപ്പോൾ ഒരിടത്ത് കിടത്തി ഈ മന്ത്രവും കാര്യങ്ങളൊക്കെ ചെയ്യാണ്, പൂക്കളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നീറ്റ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ ശരീരം മുഴുവൻ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്നു. ഇത് കണ്ട അയാളാണെങ്കിലോ അവളുടെ ശരീരത്തിലുള്ള എല്ലാ ആത്മകളെയും പുറത്തേക്ക് വിടാൻ വേണ്ടി അയാൾ പല രീതിയിലുള്ള മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവളുടെ കണ്ണുകളെല്ലാം മാറി അവളുടെ ഉള്ളിൽ ആ ഒരു ആത്മാവ് സംസാരിക്കുന്നത്. ഹേ കിളവാ, നീ എന്തിനാ ഈ പെണ്ണിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇവളുടെ ശരീരം മുഴുവൻ ഞങ്ങൾ എടുക്കാൻ പോവാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത് എന്നെല്ലാം ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ആ അപ്പൂപ്പൻ ഒരിക്കലും അത് വെറുതെ വിടത്തില്ല. അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ നീറ്റയുടെ ശരീരം താഴേക്ക് വീഴുന്നതും അയാൾ പറയും, ആത്മാക്കളെല്ലാം പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അവൾക്ക് സുഖമായിട്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം. അതുമല്ല, പ്രധാന കാര്യം, സൂര്യൻ ഉദിക്കുന്ന സമയത്തല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത്. പിന്നെ നിങ്ങളുടെ സുഹൃത്ത് അവളെ ഒരു കാരണവശാലും വെളിയിലേക്കും വിടരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ ഉറങ്ങാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഉറങ്ങാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കാണ് നീറ്റ ഉണ്ടല്ലോ, അവൾ മാത്രം രാത്രിയിൽ എഴുന്നേറ്റ് വെളിയിലേക്ക് വരും. എന്നിട്ട് വെളിയിലുള്ള ഒരു കോഴിയെ പിടിച്ച് അതിന്റെ കഴുത്ത് കടിച്ച് മുറിച്ച് ആ ഒരു രക്തം കുടിക്കുന്നതും വെളിയിൽ പോരുതെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ വെളിയിൽ വന്നതുകൊണ്ട് അവളുടെ ഉള്ളിൽ ആ ഒരു ആത്മാക്കൾ വീണ്ടും കയറിയിട്ടുണ്ട്. ഇപ്പോൾ നീറ്റയെ കാണാത്തത് കൊണ്ട് യൂണി പെട്ടെന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ വെളിയിലേക്ക് വരരുതെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇതാണെങ്കിലോ ഇപ്പോൾ വലിയ പ്രശ്നമായി. അതുകൊണ്ട് യൂണി പെട്ടെന്ന് വന്നിട്ട് ആ ഒരു അപ്പുവനെ വിളിച്ച് ബാക്കി എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇയാളോട് നടന്ന കാര്യം പറയും. അങ്ങനെ എല്ലാവരും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് നീറ്റ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇപ്പൊ ആ ഒരു അപ്പൂപ്പൻ ഇവരോട് പറയും, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയിട്ട് അവളെ വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് ഒരു വിളക്ക് കൊടുത്ത് ഈ അപ്പൂപ്പൻ വെളിയിലേക്ക് പോവാണ്. അപ്പൊ ഇത് കേൾക്കുന്ന റിക്കോ പറയും, ഇല്ലില്ല, നീറ്റ തനിയാണ് പോകുന്നത്, നിങ്ങളോടൊപ്പം ഞാനും വരാം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്നും പറഞ്ഞിട്ട് റിക്കോ പോകാനായിട്ട് വരുമ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ ആരും ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. ഇപ്പൊ അയാൾ നടന്ന് കുറേ ദൂരം ഈ കാട്ടിലൂടെ തന്നെ നടന്നു വരുമ്പോഴത്തേക്കാണ് നീറ്റ ഈ ചെടികൾക്കിടയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട അയാള് ആ റാന്തലി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നീട്ടുന്നതും പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നും എന്തോ ഒരു കാര്യം അവളെ വലിച്ചുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ട് അയാളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ പിറകിൽ അയാളെ വയറുണ്ടല്ലോ, അവിടേക്കൊരു കൈ വരുന്നു. അയാൾ പതിയെ താഴേക്ക് നോക്കുന്നതും ആ അപ്പൂപ്പനെ വലിച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അയാളുടെ വിളക്ക് മാത്രമാണ് താഴെ കിടക്കുന്നത്. ഇതേ സമയം വീട്ടിൽ അയാളുടെ മകളുണ്ടല്ലോ, അവളിപ്പോൾ ആ ഒരു കൂടിനുള്ളിൽ കിടന്നിട്ട് ഇവരോട് പറയാണ്, പ്ലീസ് എനിക്ക് വെള്ളം വേണം, എനിക്ക് ദാഹിക്കുന്നെല്ലാം പറഞ്ഞ് കെഞ്ചി കെഞ്ചി ചോദിക്കുമ്പോൾ ഇത് കണ്ട റിക്കോയ്ക്ക് അത് മനസാക്ഷി അവൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവനിപ്പോൾ ഇത്തിരി വെള്ളം എടുത്ത് വെള്ളം കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും യൂണി അവനോട് പറയുന്നുണ്ട്, ഹേയ്, അവളുടെ അച്ഛൻ പോലും അവളെ ചോദിച്ചിട്ട് വെള്ളം കൊടുത്തില്ല, പിന്നെ നീ എന്തിനാ കൊടുക്കാൻ പോകുന്നേ? അപ്പോൾ റിക്കോ പറയും, അടങ്ങിയിരിക്കെ, കുറച്ച് വെള്ളമല്ലേ, വെള്ളം കുടിച്ചെന്നും പറഞ്ഞിപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ദേ അവളുടെ അവസ്ഥ നോക്ക് എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ട് അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു പെണ്ണ് പറയുന്നുണ്ട്, അതെ എനിക്ക് വെള്ളം താ, എൻ്റെ അച്ഛനൊരു പിശാചാണ്, ഞാൻ എത്ര ചോദിച്ചിട്ടും അയാൾ എനിക്ക് വെള്ളം തരത്തില്ല, അടുത്തേക്ക് വന്നെല്ലാം പറയുമ്പോഴത്തേക്കും യോണിയും അരീക്കോയും ഇവിടെ നിന്ന് പറയുന്നുണ്ട് റിക്കോയോട്, വേണ്ട കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പെണ്ണ് ആ ഒരു കൂടിട്ട് കുറേ നേരം തട്ടുമ്പോഴത്തേക്കും റിക്കോയുടെ കയ്യിലുള്ള വെള്ളം തട്ടിയിട്ട് ആ പെണ്ണിന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു. ഇതുകൂടി ആകുമ്പോഴത്തേക്ക് ആ ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ള ആത്മാവുണ്ടല്ലോ, അത് കുറച്ചുകൂടി പവർഫുൾ ആവും. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആത്മാവിന് ശക്തി കൂടിയിട്ട് ആ ഒരു കൂടെല്ലാം തകർത്ത് പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവർക്ക്, 3 എണ്ണം പഴം വിഴുങ്ങിയതുപോലെ നോക്കി നിൽക്കല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ആ ഒരു പെണ്ണിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ 3 പേര് ടോർച്ച് ലൈറ്റെല്ലാം എടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇവരോട് ഇറങ്ങരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ആ വയസ്സായിട്ടുള്ള അപ്പൂപ്പൻ്റെ റാന്തൽ വിളക്കുണ്ടല്ലോ അതെവിടെ കിടക്കുന്നത് ഇവർ കാണുന്നത്. അപ്പോൾ ആ ഒരു അപ്പൂപ്പനും എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അപ്പൂപ്പൻ്റെ മോളും അതേപോലെ തന്നെ ആ ഒരു കാടിനടുത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നു. ഇവരങ്ങനെ അവളെ നോക്കി നിൽക്കുന്നതും നീറ്റയെ എങ്ങനെയാണോ വലിച്ചെടുത്തോണ്ട് പോയത് അതുപോലെ തന്നെ അവളെയും കാടിനുള്ളിലേക്ക് വലിച്ചെടുത്തോണ്ട് പോകും. അപ്പോൾ ഇവർ 3 പേരും ഓടി ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അതിനുള്ളിൽ എന്തോ ഈ മന്ത്രവാദവും കാര്യങ്ങളെല്ലാം എന്തൊക്കെ ചടങ്ങുകൾ ചെയ്യുന്നത് പോലെ ഇവർ 3 പേരും അവിടെ ഒളിച്ചു നിന്ന് ഇതെല്ലാം കാണുവാണ്. അങ്ങനെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് നീറ്റ, അതേപോലെ തന്നെ ഈ ഒരു അപ്പൂപ്പൻ്റെ മകൾ, ഇവരെല്ലാവരെയും കെട്ടിയിട്ടേക്കുന്നത്. കൂടാതെ അവിടെ വേറൊരുത്തനുണ്ട്, അവനെ കെട്ടിയിട്ടേക്കാണ്. അവനിപ്പോൾ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലാവരും വന്ന് അവനെ തടയുന്നുണ്ട്. പക്ഷെ അവൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്നതും അതിലെ നേതാവായിട്ടുള്ള ഒരാൾ അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് അവൻ്റെ വയറ് കീറി കുടൽമാലയെല്ലാം വലിച്ച് പുറത്തേക്കെടുത്ത് അവന് കൊടൂരായിട്ട് അവിടെ വെച്ച് കൊല്ലുന്നു. അപ്പോൾ ഇപ്പോൾ കൊന്ന ആളുണ്ടല്ലോ അയാളുടെ ഭാര്യനെ അവിടെ തന്നെ കെട്ടിയിട്ടേക്കാണ്. അവരാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ കൺമുന്നിൽ വെച്ച് കൊന്നത് കണ്ട് അവർ നോക്കി ഇങ്ങനെ കരയുന്നു. ഇവർ രണ്ടുപേരും വഴിതെറ്റി ഇതിനകത്തേക്ക് വന്നതായിരിക്കാം. അങ്ങനെ യോണിയാണെങ്കിലോ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവളുടെ വാ മൂടുന്നുണ്ട്. ഇതേ സമയം റിക്കോയുടെ കാല് തെറ്റി ഒരു കല്ല് തട്ടുന്നതും ഈ ശബ്ദം കേട്ട് എല്ലാ ഗ്രാമവാസികളും ഇവരെ കണ്ട് അവിടേക്ക് ഇങ്ങനെ തിരിയും.
പിന്നീട് എന്താണ് അവരെല്ലാവരും ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതും മൂന്നുപേരും ഓടും. കുറേ ദൂരം ഓടി ഓടി അവസാനം വലിയൊരു ഗുഹ കാണുന്നതും ഇവർ മൂന്നുപേരും ആ ഗുഹയ്ക്കകത്തേക്ക് കയറും. എന്നിട്ട് ഈ ഗുഹയിൽ അവർ കയറാതിരിക്കാൻ വേണ്ടി വെളിയിൽ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ആ ഒരു ഗുഹയുടെ വഴി അത് അടയ്ക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് അവർക്ക് തെറ്റുന്നത്. ഇവർ കയറിയ ആ ഒരു ഗുഹ അതൊരു ഡെഡ് എൻഡ് ആയിരുന്നു. ഇനി വെളിയിലേക്ക് പോയിട്ട് വേറെ വഴിയില്ല. ഇനിയിപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇവിടെ കഴിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. ഇപ്പോൾ ഇതെല്ലാം കണ്ട യൂണി പറയും, ഇല്ല, നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചു. എനിക്കിപ്പോൾ പ്രതീക്ഷയില്ല. നമ്മൾ ആരും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് റിക്കോ പറയും, ഇല്ല, അങ്ങനെയല്ല ആര്യോ, നീ നിന്റെ അച്ഛനെ കാണാൻ പോവാണ്. നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവും. അങ്ങനെ പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഗ്രാമവാസികളിൽ ഒരാൾ വലിയ പാറയെല്ലാം തള്ളി മാറ്റിയിട്ട് അതുവഴിയെ ഉള്ളിലേക്ക് വരുന്നതും ഇവർക്ക് മൂന്നുപേർക്ക് ഇത് കണ്ട് എന്ത് ചെയ്യണം നിർത്തില്ല. ബാക്കി എല്ലാവരും അതിനുള്ളിലൂടെ അകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ഇവർ മൂന്നുപേരും ചെറിയൊരു ഗ്യാപ്പുണ്ട് അതുവഴിയെ പുറത്തേക്ക് പോവാണ്. ആര്യയും യൂണിയും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. ഇപ്പോൾ റിക്കോ അവസാനമായിട്ട് അതുവഴി വെളിയിലേക്ക് ഇറങ്ങാൻ വരുമ്പോൾ ഈ ഗ്രാമവാസികളെല്ലാവരും കൂടി വന്ന് അവൻ്റെ കാല് പിടിച്ച് വലിക്കും. പക്ഷെ എന്തോ ഒരു ഭാഗ്യം, ജസ്റ്റ് മിസ്സിന് റിക്കോയും യൂണിയും കൂടി ചേർന്നിട്ട് അവനെ വലിച്ച് പുറത്തേക്കെടുത്ത് ഇപ്പോൾ മൂന്നുപേരും അവിടെ നിന്ന് ഓടാണ്. എന്നാൽ ആ ഒരു ഗ്രാമവാസികൾ പുറകെ തന്നെയുണ്ട്. അതെല്ലാം പ്രേതങ്ങളാണ്. ഒരെണ്ണം പോലെ യഥാർത്ഥ മനുഷ്യരെല്ലാം തോന്നുന്നു. അങ്ങനെ മൂന്നുപേരും ഓടുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈ അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക്. കാരണം അവിടെ ആ ഒരു വിളക്കുള്ളത് കൊണ്ട് ഇവർക്ക് ആ വീടിനകം സുരക്ഷിതമായിരിക്കും. അങ്ങനെ ഓടി ഓടി അവസാനം ആര്യയും യൂണിയയും ഓടി ആ ഒരു വീടിനടുത്തേക്ക് വരും. പക്ഷേ റിക്കോ പുറകിലായി പോവും. ഓടി വരുന്ന വഴിക്ക് റിക്കോയുടെ കാല് തെറ്റിയിട്ട് അവൻ താഴെ വീഴുന്നതും ഇപ്പോൾ ആ ഒരു ഗ്രാമവാസി കൂട്ടം വന്ന് റിക്കോയെ മാത്രം അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. ഇപ്പൊ ഇവര് രണ്ടുപേരും പെട്ടെന്ന് വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ്. ആ വീടിനകത്തുള്ള വിളക്ക് അത് അണഞ്ഞിരിക്കുന്നു. ഇപ്പൊ അത് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി അന്വേഷിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും ആ വീട് മുഴുവൻ അന്വേഷിക്കുകയാണ്. ഇതേ സമയം ആര്യമാണെങ്കിലോ ആരെങ്കിലും വീടിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവൻ ആ ഒരു ജനാല വഴി പുറത്തേക്ക് നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ഇതിൻ്റെ എല്ലാം തലവൻ അവൻ്റെ കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നു. ഇത് കണ്ടിട്ട് അവർ ഒന്നുകൂടി പേടിച്ചു പോകും. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും അകത്തേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ ഇത് കണ്ട ആര്യയും യൂണിയും പെട്ടെന്ന് ഓടി വീടിനകത്തുള്ള ആ ഒരു കട്ടിലുണ്ടല്ലോ അതിനടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ അതിലൊരു പ്രേതം പതിയെ നടന്ന് അകത്തേക്ക് വന്നിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാണ്. ഇവിടെയാണ് ഒരു കാര്യം, ഇത്രയും വലിയ പ്രേതങ്ങളായിട്ട് വീടിനകത്ത് ആളുണ്ടോ എന്ന് പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ പ്രേതം അവിടെ എല്ലാം കറങ്ങി നടന്ന് കട്ടിലിനടിയിൽ നോക്കാതെ അത് വെളിയിലേക്ക് പോകും. അങ്ങനെ വെളിയിലേക്ക് പോകുന്നതും ഇപ്പൊ ആര്യോ യൂണിയോട് പറയും, യൂണി, ഞാൻ എന്തായാലും ഡോർ തുറക്കാം. ഡോർ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് നീ വെളിയിലേക്ക് ഓടണം, നിന്റെ പിറകെ ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പൊ ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് പെട്ട് ആ ഒരു അവസ്ഥയിൽ പേടിച്ച് നിൽക്കാണ്. പെട്ടെന്ന് ഇതുപോലൊരു കൈ വന്ന് അവളുടെ കഴുത്തിൽ പിടിക്കുന്നതും ആര്യോ പെട്ടെന്ന് വന്ന് അവളെ പിടിച്ച് മാറ്റുമ്പോൾ ഇപ്പൊ ആ ഒരു പ്രേതങ്ങൾ പോയിട്ടില്ലായിരുന്നു. അതെല്ലാം വീണ്ടും വീടിനകത്തേക്ക് കയറി വന്ന് ഇവരെ പിടിക്കാൻ നിൽക്കാണ്. ഇപ്പൊ ആര്യോ എന്തായാലും ഇതിനോട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു തടിയും എടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രേതങ്ങളോട് പിടിച്ചു നിൽക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അത് കഴിഞ്ഞെന്താണ് യൂണിയെ അവിടെ നിന്ന് എല്ലാവരും വലിച്ചെടുത്തോണ്ട് പോകുന്നു. അതേപോലെ ആര്യയുണ്ടല്ലോ അവനെ ആ ഒരു നായ്ക്കളെ അടച്ചിട്ടേക്കുന്ന ആ ഒരു കൂടിനകത്ത് അടച്ചിടുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ ആര്യോ, യൂണി, അതേപോലെ തന്നെ ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ ഇവരെല്ലാവരും ഒരു കൂട്ടിൽ തന്നെയാണ്. അതുപോലെ ആ ഒരു അപ്പൂപ്പൻ്റെ ഒരു കണ്ണാണെങ്കിൽ പ്രത്യേക രീതിയിൽ മാറുന്നുണ്ട്, മുറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ആ അപ്പൂപ്പൻ ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്. ഇവിടെയുള്ള ഒരു തലവനുണ്ടല്ലോ അയാൾ ഈ ഗ്രാമത്തിലുള്ള ആളുകളെയെല്ലാം കുറച്ചുപേരെ സെലക്ട് ചെയ്തിട്ട് ഈ മലകളുടെ രാക്ഷസനുണ്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ സെലക്ട് ചെയ്യുന്നവരെ കൊണ്ടുപോയിട്ട് ആ രാക്ഷസന്റെ അടുത്തേക്ക് കൊണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ അവിടെ കളയേണ്ടി വരും. ഇതുപോലെയാണ് എൻ്റെ മകളെ അവർ സെലക്ട് ചെയ്തത്. അതിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ എല്ലാം കഴിഞ്ഞു. ആ മലകളുടെ രാക്ഷസന് വേണ്ടി ഓരോ വർഷവും 21 പേരെയാണ് ബലി കൊടുക്കുന്നത്. എന്നാലേ അവരുടെ ആ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ നീറ്റയും എൻ്റെ മകളും ആ ഒരു ലോകത്താണുള്ളത്. അതുമല്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് പൂർണ്ണമായിട്ടും ആ രാക്ഷസന്റെ അടുത്തേക്ക് പോകും. ഇന്നാണ് ആ ഒരു ചടങ്ങ് അവസാനിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേൾക്കുന്ന യൂണിക്കാണെങ്കിൽ അവളുടെ വിശ്വാസം മൊത്തം നഷ്ടപ്പെട്ടു. ഇനി പോകാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിൽ അവൾ പറയുമ്പോഴത്തേക്ക് റിക്കോ ഇവരെല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം അവനാണല്ലോ എല്ലാവരും ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ റിക്കോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കുടുംബമുണ്ട് തിരിച്ചു ചെല്ലാനായിട്ട്. പക്ഷെ എനിക്കങ്ങനെ ആരുമില്ല. ഒരു ഓർഫനേജിൽ വളർന്ന എനിക്ക് എന്നെ ആരന്വേഷിക്കാനായിട്ട് എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അപ്പം ആര്യോ പറയും, ഹേയ്, ഒരിക്കലും അങ്ങനെയല്ല, നിനക്കൊരു കുടുംബമുണ്ട്, അത് ഞങ്ങളാണ്. ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ആര്യോ അവിടെയുള്ള കമ്പിയിൽ തൻ്റെ കൈ ആ ഒരു കയറുണ്ടല്ലോ അത് വെച്ച് എങ്ങനെയെങ്കിലും ആ ഒരു കയറും കഴിക്കും. എന്നിട്ട് എന്താണ് ബാക്കി എല്ലാവരുടെ കയ്യിലെ കെട്ടും അവൻ അഴിച്ചു കൊടുക്കും. അങ്ങനെ ഇവർ 4 പേരും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ അപ്പൂപ്പനോട് ചോദിക്കും, ഇപ്പോൾ നിങ്ങളുടെ മകളെയും അതേപോലെ തന്നെ നീറ്റേനെയും അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ റിച്വൽ നടക്കത്തില്ലേ?
നടക്കത്തില്ല. പക്ഷേ അവരുടെ കയ്യിൽ നിന്നും അവരെങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവരും? അവരുടെ ശ്രദ്ധ തിരിച്ച് ചിലപ്പോൾ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. എന്നാലും എൻ്റെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു വിളക്ക് കത്തിച്ചാൽ മാത്രമേ നമുക്കെല്ലാവർക്കും അതിനകത്ത് സേഫായിട്ടിരിക്കാൻ കഴിയത്തുള്ളൂ. അത് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇവർ 4 പേരും ആ ഒരു റിച്വൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നിങ്ങനെ നോക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രേത സ്ത്രീ അങ്ങനെ പറഞ്ഞെന്തോ പാട്ടൊക്കെ പാടി ഡാൻസെല്ലാം കളിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഓരോ ശരീരങ്ങളുടെ മുകളിലേക്ക് കയറി അതിങ്ങനെ ചവിട്ടിപ്പോവും. അതാണ് ബലി കൊടുക്കുന്നത് പോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പല ടൂറിസ്റ്റുകളും ഇവിടെ വന്നിട്ട് വഴിതെറ്റി ഇതിനകത്തേക്ക് വന്നാണ് ഇവരുടെ ബലിക്ക് ഇരയായി പോകുന്നത്. അപ്പോൾ ഇത് കണ്ട റിക്കോ വിട്ടുന്ന് ഇതിനെല്ലാം അവസാനം ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കുമ്പോൾ ആരിയോ പുറകെ വന്നിട്ട്, ഹേയ് നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ചെയ്യാമെന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ റിക്കോ അവിടെ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോമിസ് എന്നാണ് നിങ്ങളെല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടാക്കുമെന്ന്. ഞാൻ ആ കൂട്ടത്തിൻ്റെ ശ്രദ്ധ തിരിക്കാം. ആ സമയം കൊണ്ട് അവർ രണ്ടുപേരെ രക്ഷിക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞ് റിക്കോ ഇപ്പോൾ സ്വയം അവൻ്റെ ജീവൻ ഇവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ട ആര്യൊക്കെ ആണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട്. അവൻ പറയും, ഇല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ചെയ്താലും നമ്മൾ ആലോചിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നീ ഇത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല എന്നെല്ലാം പറഞ്ഞ് ആര്യോയും കരഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും റിക്കോ എന്തായാലും തീരുമാനം എടുത്തു. അതുകൊണ്ട് അവനിപ്പോൾ ആ ഒരു കൂട്ടത്തിൻ്റെ മുന്നിലേക്ക് ചെന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഡാൻസ് ചെയ്യുന്ന സ്ത്രീയാണെങ്കിലോ അവരുടെ ഡാൻസ് എല്ലാം നിർത്തിയിട്ട് ഇപ്പോൾ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും റിക്കോയെ പിടിക്കാൻ വേണ്ടി അവൻ്റെ പിറകെ വരുവാണ്. അപ്പോൾ ഇവർ 3 പേര് പെട്ടെന്ന് വന്നിട്ട് അവർ അപ്പൂപ്പൻ്റെ മകളെയും അതേപോലെ തന്നെ നീറ്റേനെ എഴുന്നേൽപ്പിച്ച് അവരാകെ ക്ഷീണിച്ചു പോയി. അവരെ കൊണ്ട് നടക്കാൻ പോലും കഴിയത്തില്ല. ഇപ്പോൾ അവരെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കണം എന്നെല്ലാം പറഞ്ഞ് അവരെയും കൊണ്ട് ഈ അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ 3 പേര് വീട്ടിലേക്ക് പോകുന്നതും റിക്കോയെ കാണിക്കുമ്പോൾ റിക്കോ പല വഴിയെ ഓടിയിട്ട് അവനും എങ്ങനെയെങ്കിലും ഈ അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് വരാമെന്നാണ് തീരുമാനിക്കുന്നത്. അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ ഓടി ഓടി അവസാനം ഈ അപ്പൂപ്പൻ്റെ വീടിനകത്തേക്ക് കയറാനായിട്ട് വരുമ്പോൾ ആ ഒരു തലവനുണ്ടല്ലോ അയാൾ വന്ന് റിക്കോയെ അടിക്കും. എന്നിട്ട് തടയുന്നതും റിക്കോ ഇപ്പോൾ തിരിച്ച് അയാളോട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവസാനം പാവം നമ്മുടെ റിക്കോയുടെ നെഞ്ചിലൂടെ അയാൾ കൈ ഇടിച്ച് കയറ്റി റിക്കോയെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും അവരെ രണ്ടുപേരെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ആര്യോ ആണെങ്കിലോ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആര്യോയും അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്ത ഒരവസരത്തിൽ ആ തലവൻ്റെ തലയിലേക്ക് ഒരാൾ കല്ലുകൊണ്ട് ഇടിച്ചു കൊടുക്കും. ആര്യ ഇടിക്കാൻ വരുന്നതാണ് അവൻ ഒഴിഞ്ഞു മാറുന്നതും അയാളുടെ തലയിൽ ഇടി കൊണ്ടിട്ട് ആര്യ അവിടെ നിന്ന് മറ്റൊരു വഴിയെ ഓടുമ്പോൾ ഇവർ 4 പേരും വരുന്നത്. അതുപോലെ ഇവർ ആ ഒരു മലയുടെ അടുത്തൂടെ നടന്നു പോകുമ്പോഴത്തേക്കും നീറ്റയ്ക്കും അപ്പുവൻ്റെ മകൾക്കും ക്ഷീണമായതുകൊണ്ട് അവരെയും കൊണ്ട് ഇവർക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. വേറെ വഴിയില്ലാതെ ഇവർ 4 പേരും അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ആര്യ ഉണ്ടല്ലോ അവനും എങ്ങനെയെങ്കിലും ഓടി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇവരെ ചുറ്റി വളയാണ്. അതുപോലെ റിക്കോയുടെ ശരീരവും അവർ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട ആര്യയാണെങ്കിലോ പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഇവനെന്തിനാ അങ്ങനെ ചെയ്തതെന്നെല്ലാം പറഞ്ഞിട്ട് ഇതേ സമയമാണ് പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഒരു ശബ്ദം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മലകളുടെ രാക്ഷസനുണ്ടല്ലോ അയാള് അവിടെ ഇരിക്കുന്നു. അത് ഒരു ഭയങ്കര രാക്ഷസൻ. അവനെ കാണുന്നതും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അങ്ങനെ തൊഴുതിരിക്കുകയാണ്. ഇപ്പം ആ ഒരു രാക്ഷസൻ ഇവരോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെ ബലി എടുക്കാൻ പോവാണ്. എനിക്ക് കിട്ടേണ്ടത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാട്ടിലേക്ക് കയറുന്നവരാരും ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല. അവർ വന്ന വഴി മറന്ന് ഈ കാടിനുള്ളിൽ തന്നെ അലഞ്ഞു തിരിയണം. ഇതെൻ്റെ കോട്ടയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ ചിരിക്കുന്നതും ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഹേയ് നിർത്ത്, നിന്റെ 20ാമത്തെ ബലിയായിട്ട് നീ റിക്കോയെ എടുത്തു. അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ വെറുതെ വിടാൻ പറയുമ്പോൾ ആ രാക്ഷസൻ പറയും, അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ആളായിട്ട് നിന്റെ മകളെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കത്തില്ല. നിനക്ക് ബലിയല്ലേ വേണ്ടത്, എൻ്റെ മകൾക്ക് പകരം എന്നെ നീ എടുത്തോളെന്ന് പറഞ്ഞ് തൻ്റെ മകളോട് മോളെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട് യാത്ര പറയുന്നു. അങ്ങനെ അപ്പൂപ്പൻ നടന്നു പോകുന്നതും ഇപ്പം ആര്യോ അല്ല നമ്മളെങ്ങനെ ഇവിടെ നിന്ന് പോയിണ്ടെന്ന് ചോദിക്കുമ്പോൾ യൂണി പറയും, നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ. അതിനാണ് അയാളുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്തത്. അതിനൊരു അർത്ഥമില്ലാതെ പോകരുത് എന്ന് പറയുന്നതും ഇവിടെ ആ ഒരു റിച്വലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ അപ്പൂപ്പൻ്റെ കഴുത്തിലേക്ക് ആ ഒരു ഡാൻസിങ് സ്ത്രീ അവർ ഡാൻസ് കളിച്ച് വന്നിട്ട് അവസാനം കഴുത്തിലേക്ക് ചവിട്ടി അയാളെയും ബലി കൊടുക്കുന്നു. ഇപ്പോൾ ഇവർക്ക് 4 പേർക്ക് ഇവിടെ നിന്ന് പോകണമല്ലോ. ഈ വർഷത്തെ ആ ഒരു ബലികളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത വർഷമാണ്. അങ്ങനെ അടുത്ത വർഷത്തേക്ക് ആളെ കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു രാക്ഷസൻ ഈ കാടിനകത്തേക്ക് കയറുന്നവരെ അതിനുള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്യുന്നത്. അവർ വർഷങ്ങളോളം അതിനകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങി അവസാനം ഈ ഒരു രാക്ഷസന് ബലി കൊടുക്കുന്ന സമയമാകുമ്പോൾ അവരെല്ലാവരെയും പിടിച്ച് കൊല്ലും. അതേപോലെ തന്നെ മരിച്ച ആളുകളാണ് ഈ കാടിനുള്ളിൽ ഈ മരിച്ച പ്രേതങ്ങളുണ്ടല്ലോ ഈ ആളുകൾ അവരെല്ലാവരും അടുത്ത ആളുകളെ പിടിക്കാൻ വേണ്ടി ഈ ഒരു കാടിനുള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇവരെല്ലാവരും ആ കാട്ടിൽ നിന്നിറങ്ങുന്നതും എല്ലാ പ്രേതങ്ങളും ഇവരെ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നോക്കി നിൽക്കും. കാരണം അടുത്ത 1 വർഷം കഴിയാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ എല്ലാവരും നടന്ന് കുറേ ദൂരം ചെല്ലുമ്പോഴാണ് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും എല്ലാവരും പെട്ടെന്ന് കണ്ണുറന്ന് എഴുന്നേൽക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ
നമ്മുടെ നീറ്റ എഴുന്നേറ്റിട്ട് റിക്കോ എവിടെയെന്ന് ചോദിക്കും. പക്ഷേ റിക്കോ എവിടെയാണെന്നുള്ള കാര്യം ആരും പറയത്തില്ല. അതിലൂടെ തന്നെ അവൾക്ക് മനസ്സിലായി റിക്കോ മരിച്ചെന്ന്. അതുകൊണ്ട് അവൾ കരയാൻ തുടങ്ങും. അങ്ങനെ അവളെ എല്ലാവരും സമാധാനിപ്പിക്കുന്നതും നീറ്റ ഇപ്പോൾ കരയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ആ ഒരു തെറ്റായിട്ടുള്ള വഴിയെ പോയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. ആ ഒരു കുറ്റബോധം അവൾക്കുണ്ട്. അതുകൊണ്ട് അവളും കരയുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പെണ്ണ്, ആ അപ്പൂപ്പൻ്റെ മകള്, അവളും കരയുന്നു തൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടി ത്യാഗം ചെയ്തെന്നുള്ള ആ ഒരു കാര്യം അറിഞ്ഞിട്ട്. അപ്പോഴേക്കാണ് റെസ്ക്യൂ ടീമും എല്ലാവരും ഇതിനകത്തേക്ക് വന്നിട്ട്, ഹേയ് നിങ്ങളെ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഈ ഒരു കാടിനുള്ളിൽ അന്വേഷിക്കുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ 4 പേരെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവരും. ഇപ്പം എല്ലാവരും വെളിയിലേക്ക് വരുമ്പോൾ ന്യൂസ് ചാനലുകൾ എല്ലാവരും അവിടെ തന്നെയുണ്ട്. അതുമല്ല ആര്യോ തൻ്റെ അച്ഛനെ കാണുന്നതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവൻ്റെ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യമെല്ലാം ഇപ്പോൾ അവന് തീർന്നു. അതുമല്ല യൂണി അവളുടെ അമ്മയും സഹോദരി അവളെ കാണാൻ വരുന്നു. അവരുമായിട്ടുള്ളൊരു പ്രശ്നമെല്ലാം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ട് പോയതിനു ശേഷം ഇപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇവരെല്ലാവരും തിരിച്ച് വീണ്ടും വരുവാണ്. എന്താണെന്ന് വെച്ചാൽ നിക്കോ മരിച്ച ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ വന്നിട്ട് അവൻ്റെ ആ ഒരു കല്ലറയിൽ അവനെപ്പറ്റി അവൻ്റെ ആ ഒരു മരണാനന്തര ചടങ്ങെല്ലാം തീർക്കുന്നത് പോലെ അവരെല്ലാവരും അവിടേക്ക് വന്നിരിക്കുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൗണ്ട് പോയതുകൊണ്ട് എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. പിന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു സീരീസ് ഉടനെ തന്നെ വരും. വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.